അമ്പലത്തിൽ നിന്നും ഇറങ്ങി നടന്നു. ഇനി നടക്കാൻ പോകുന്നത് ഒരു വലിയ കാടിൻ്റെ നടുവിലൂടെയാണ്. ആകെ ചുരുക്കം ചിലരെ മാത്രമാണ് അതുവഴി ആ സമയത്ത് കണ്ടത്. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. കോട കയറി നിറഞ്ഞു. വളരെ മനോഹരമായി മാറി കാട്. കൂടെ നല്ല തണുപ്പും. അങ്ങനെ തണുപ്പൊക്കെ ആസ്വദിച്ച് നടന്നു. എന്നാൽ അധിക ദൂരം എത്തുന്നതിന് മുന്നേ തന്നെ ഈ ട്രക്കിലെ ആദ്യത്തെ പണി കിട്ടി. അപ്രതീക്ഷിതമായി വലിയൊരു മഴ അങ്ങ് പെയ്തു. കാടിന് നടുവിലായതുകൊണ്ട് കയറി നിൽക്കാൻ പോലും ഒരു ഇടമില്ല. ട്രക്കിംഗ് ഷൂസ് ഉൾപ്പെടെ നനഞ്ഞു. സമയവും ഏകദേശം 5 മണിയായി. മഴ മാറിയപ്പോൾ വീണ്ടും നടന്നു. വെയിൽ കണ്ടതുകൊണ്ട് കുറച്ച് തണുപ്പ് മാറി. അങ്ങനെ മല ഇറങ്ങി ചെന്നത് മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. ഇവിടെ പ്രായമായ ഒരാളുടെ ചെറിയൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. കുറച്ചു നേരം തണുപ്പ് മാറ്റാൻ വേണ്ടിയിരുന്നു. അവിടെ മിക്ക ഹോട്ടലുകളിൽ ഇങ്ങനെ ഡ്രം വെച്ച് ചൂട് കിട്ടാനൊരു സംവിധാനമുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു. ടെൻറ്റ് പിച്ച് ചെയ്യാനൊരു സ്ഥലം കണ്ടെത്തി. പുതുതായി ഉണ്ടാക്കിയ ഒരു ഒഴിഞ്ഞ ഷെഡിൽ കുറച്ച് സ്ഥലം വൃത്തിയാക്കി ടെൻറ്റ് പിച്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട് ലാൻഡ്രോക്ക് വില്ലേജ് ആയതുകൊണ്ട് 7 മണിയോടെ അദ്ദേഹവും വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു കാടിന് നടുവിൽ ഞങ്ങൾ മാത്രമായി. കുറച്ച് വിറകുകൾ ഒപ്പിച്ച് ഒരു ചെറിയ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ അവിടെ കൂടി.